ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ഒരു ആശ്വാസമാണ് ബ്ലോസം വാലി. കഴിഞ്ഞ 8 വർഷമായിട്ട് അച്ഛൻ അറിയാമല്ലോ, ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലും മറ്റ് അമേരിക്കയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ച് തെറാപ്പീസൊക്കെ കൊടുക്കുമ്പോൾ ബ്ലോസം വാലിയിൽ എത്തിച്ചേർന്നപ്പം ഏറ്റവും ഡിഫറൻസ് തോന്നിയത് മറ്റുള്ള സ്ഥലങ്ങളിൽ തെറാപ്പിസ്റ്റിന് ഇഷ്ടമുള്ള അവരുടെ കരിക്കുലം അനുസരിച്ച് അവർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ സ്പെക്ട്രോ അച്ഛനറിയാം, 50 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 50 പേരും 50 രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഡെഫിഷ്യൻസി അനുസരിച്ചാണ് ഓരോ തെറാപ്പിസ്റ്റും ഇൻഡിവിജ്വൽ കെയർ ആണ് കൊടുക്കുന്നത്. 1-to-1 ഇൻഡിവിജ്വൽ കെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ മോനെ സംബന്ധിച്ച് അവന് സെൻസറി ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഓരോ സെൻസറി ഇഷ്യൂസും പ്രധാനമായിട്ട് ഓറൽ തെറാപ്പീസ് ഒക്കെ കൊടുത്ത് അതൊരുപാട് കുറഞ്ഞു. അപ്പം ഞങ്ങൾക്കതിൻ്റെ മേജർ ഡിഫറൻസ് മനസ്സിലായത്, ഞങ്ങൾ ഇവിടെ വന്ന് ഒരു മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്നപ്പം 1 മാസം കൊണ്ട് മോന് ഒരുപാട് വ്യത്യാസം വന്നു. പിന്നെ റിഗ്രസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും 5 മാസത്തേക്ക് മോനെ ഇവിടെ കൊണ്ടാക്കി. 5 മാസം കഴിഞ്ഞ് മോന് 1 മാസത്തേക്ക് അവിടെ വന്നപ്പം ഐ കോണ്ടാക്റ്റ്, മസിൽ ടോൺസ്, സ്പീച്ച്, ബിഹേവിയർ, അവൻ്റെ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് വ്യത്യാസമായിട്ട് അവന്, എസ്പെഷ്യലി അവൻ്റെ സെൻസറി ഇഷ്യൂസ് ഒത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞു. ഗുണനിലവാരം അത് ശരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ കൂടി കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ തെറാപ്പിസ്റ്റും അവരെ കൊണ്ട് മാക്സിമം ആ കുഞ്ഞിന് വേണ്ടുന്ന രീതിയിൽ, തെറാപ്പിസ്റ്റിന് വേണ്ടുന്ന രീതിയിലല്ല, കുഞ്ഞിന് വേണ്ടുന്ന രീതിയിൽ ഓരോ തെറാപ്പിസ്റ്റും ആ കുഞ്ഞിൻ്റെ ഡെഫിഷ്യൻസി അനുസരിച്ച്, ഇപ്പം സോഷ്യൽ ഇൻ്ററാക്ഷൻ ആണെങ്കിലും ഐ കോണ്ടാക്റ്റ് ആണെങ്കിലും സെൻസറി ഇഷ്യൂസ് ആണെങ്കിലും യു നെയിം ഇറ്റ്, ഏത് തെറാപ്പിസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള തെറാപ്പീസാണ് ഇവിടെ കൊടുക്കുന്നത്. താങ്ക് യു ദിവ്യ. ആ കുടുംബം നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ബ്ലോസം വാലിയെ. പ്രത്യേകിച്ച് നമ്മൾ ബ്ലോസം വാലിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തും നമ്മളിത് ചെയ്യുമ്പോൾ ഈ കുടുംബം നമ്മളെ ഒത്തിരി സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.